മൂന്നാമത്തെ ചോദ്യം, മുടി വളർത്തുന്നതിൻ്റെ സുന്നത്തായ രൂപം എന്താണ് എന്നതാണ്. മുടി വളർത്തുക എന്നത് ഒരു ആദിയായ ഒരു അമലാണ്, ഒരു ആദത്താണ്. അതൊരു ഇബാദത്തല്ല. ആദാത്തുകളുടെ അസലെന്താണ്? അത് അനുവദനീയമാണ് എന്നതാണ്. അപ്പോൾ മുടി വളർത്തുന്നതിന് പ്രത്യേക രൂപം സുന്നത്തായി വന്നിട്ടില്ല. എന്നാൽ മുടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ മുടി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ഇമാം ബുഖാരി ഉദ്ധരിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനിൽ ഖസഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖസഇനെ നിരോധിച്ചിട്ടുണ്ട്. ഖസഅ എന്ന് പറഞ്ഞാൽ പകുതി മുടി തലയിൽ വെക്കുകയും പകുതി മുടി വടിച്ചു കളയുകയും ചെയ്യുക, മുറിച്ച് കളയുകയും ചെയ്യുക. ഇതാണ് ഖസഅ. അത് നിരോധിക്കപ്പെട്ടതാണ്, അത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. ഖസഅ എന്തെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഖസഅ എന്ന് പറഞ്ഞാൽ പകുതി മുടി തലയിൽ വെക്കലും പകുതി മുടി വടിച്ചു കളയലുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതേപോലെ തന്നെ വടിച്ചു കളഞ്ഞിട്ടില്ല എങ്കിലും വടിച്ച് കളയുന്നതിനോട് തുല്യമാകുന്ന രീതിയിൽ വെട്ടാത്ത മുടി കുറേയും വെട്ടിയ മുടി കുറച്ചുമാകുമ്പോൾ അതും ഖസയിൽ പെടുന്നതാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി പകുതി മുടി വെട്ടിയിട്ടുണ്ട്, പകുതി മുടി ഉപേക്ഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉത്റുകൂകുല്ല ഇഹ്ലികൂകുല്ല അവിദറുകുല്ല, ഒന്നുകിൽ മൊത്തം മുടി വളർത്തുക അല്ലെങ്കിൽ മൊത്തം മുടി വെട്ടുക. ഈ രീതി ശരിയല്ല. പകുതി വെട്ടുകയും പകുതി ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ മുടി വളർത്തുന്ന ആൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, മുടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകളുടെ മുടിയുമായി സദൃശ്യമാകാൻ പാടില്ല. സ്ത്രീകളോട് പുരുഷന്മാർ സദൃശ്യമാകുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർ റിജാൽ. ആണുങ്ങളോട് തുല്യരാകുന്ന പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളോട് സദൃശ്യരാകുന്ന ആണുങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാനത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ മുടി വളർത്തുന്ന പോലെ നീണ്ട മുടി വളർത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് പെണ്ണുങ്ങളുടെ ശീലമാണ്. അപ്പോൾ പെണ്ണുങ്ങളുടെ തശബ്ബു ആകലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുടി നീണ്ട മുടിയായിരുന്നു. റസൂലുള്ളാഹി ചിലപ്പോൾ ചെവിക്കുറ്റി വരെ, ചിലപ്പോൾ മുയിപ്പ് വരെ, പെരടി വരെയൊക്കെ നീളുമായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ശീലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ മുടി വളർത്തലിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിമ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നാട്ടിൽ അങ്ങനെ മുടി വളർത്തൽ ശീലമുണ്ടെങ്കിൽ നാട്ടുകാരുടെ, വിശിഷ്യ ഉലമാക്കളുടെ, നേതാക്കന്മാരുടെ ഒരു ശീലമാണ് എങ്കിൽ ആ നാട്ടുകാർക്കും ആ മുടി അങ്ങനെ വളർത്താവുന്നതാണ്. അതല്ല ഒരു നാട്ടിലെ ശീലം, അധിക പേരും ഭൂരിപക്ഷം പേരും മുടി ചെറുതായി വളർത്തലാണ്, പറ്റിച്ച് വളർത്തലാണ്, സ്ത്രീകളാണ് നീട്ടി വളർത്തത് എങ്കിൽ ആ നാട്ടിൽ മുടി വളർത്തൽ അനുവദനീയമല്ല. അത് സ്ത്രീകളോട് സദൃശ്യരാകലാണ്. അപ്പോൾ സ്ത്രീകൾക്ക് തുല്യമാകുന്ന രീതിയിൽ, സ്ത്രീകളെപ്പോലെ ആകുന്ന രീതിയിൽ മുടി നീട്ടി വളർത്താൻ പറ്റുകയില്ല. നമ്മുടെ നാട്ടിൽ വിശേഷിച്ചും മുടി നീട്ടി വളർത്തുക എന്നുള്ളത് സ്ത്രീകളുടെ സ്വഭാവമാണ്. ആണുങ്ങളിൽ നേതാക്കന്മാരാകട്ടെ, ഉലമാക്കളാകട്ടെ, ഭൂരിപക്ഷം പേരും ആകട്ടെ, അവരെന്ത് ചെയ്യാറില്ല? മുടി നീട്ടി വളർത്താറില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നാട്ടിലെ ഭൂരിപക്ഷം മുഅ്മിനീങ്ങൾ, ഉലമാക്കൾ എങ്ങനെയാണ് മുടി വളർത്തുന്നത് അതുപോലെ വാർത്ത ശ്രദ്ധിക്കലാണ്. നാലാമത്തെ കാര്യം, മുടി വളർത്തുമ്പോൾ തെമ്മാടികളോട്, തരംതായുന്ന ആൾക്കാരോട് സദൃശ്യനാകാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വളർത്തുന്നത് ഖസഅ, അപ്പാച്ചിക്കെട്ട് നമ്മൾ പറയുന്നില്ലേ, അതുപോലുള്ള ഖസഇനെ നിരോധിക്കാനുള്ള കാരണം, ഇല്ലത്ത്, അത് തെമ്മാടികളാണ് അങ്ങനെ ചെയ്യുക, തരംതായുന്ന നിലവാരം കുറഞ്ഞ ആൾക്കാരാണ് ചെയ്യുക, അതുകൊണ്ടാണ് ഒരു കാരണം പറഞ്ഞത്. അതുപോലെ തന്നെ ജൂതന്മാരും നസാറാക്കളെ പോലുള്ളവരും ഒക്കെയാണ് അത് ചെയ്യുക,
അതുകൊണ്ടാണ് ഖസഇനെ റസൂൽ നിരോധിച്ചത്. അപ്പോൾ തെമ്മാടികൾ വളർത്തുന്നത് പോലെ മുടി വളർത്തുക, തരന്തായുന്ന ആൾക്കാർ മുടി വെട്ടുന്ന പോലെ മുടി വെട്ടുക, അത് അനുവദനീയമല്ല. അത് അവരോട് സദൃശ്യാകലാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അപ്പം മുടി വളർത്തുകയും വെട്ടുകയും ചെയ്യുന്ന ആൾക്കാർ മാന്യന്മാരായ മുഅ്മിനീങ്ങൾ എങ്ങനെയാണോ മുടി വളർത്തുന്നത് വെട്ടുന്നത് അതുപോലെ അവരോട് സദൃശ്യരാകണം. അല്ലാതെ ഫാസിക്കിങ്ങളും കുഫാറുകളും വെട്ടുന്നത് പോലെ അല്ലെങ്കിൽ തരന്തായുന്ന നിലവാരമില്ലാത്ത ആൾക്കാർ വെട്ടുന്നത് പോലെ വെട്ടുകയോ വളർത്തുകയോ ചെയ്യരുത്. അഞ്ചാമത്തെ കാര്യം, മുടി വളർത്തുന്നുണ്ട് എങ്കിൽ അതിനെ വാരി ഒതുക്കണം. മൻകാന ലഹു ഷഅറുൻ ഫൽയുക്രിംഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ അവൻ മുടിയെ ആദരിക്കട്ടെ, ഇക്രാം ചെയ്യണം. ഇക്രാം ചെയ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാരി ഒതുക്കലാണ്. എന്നാൽ നിരന്തരമായി വാരുക എന്നുള്ളത് കറാഹത്തുമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി തറജുലി ഇല്ലാ ഗിബ്ബ. ഇടയ്ക്കിടക്കേ മുടി വാരുന്നതിന് റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്. അത് കറാഹത്താണ് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒതുക്കി വെക്കുക, എണ്ണ തേച്ച് ഒതുക്കി വെക്കുക. അധികമായി മുടിയെ ശ്രദ്ധിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. മുടിയിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക അത് പാടില്ല. എന്നാൽ മുടി ഒതുക്കി വാരി വെക്കണം. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു, പാറിപ്പറന്ന മുടിയായിട്ട്. റസൂൽ പറഞ്ഞു, ഇയാൾക്ക് മുടി വെട്ടാനോ ഒന്നും കിട്ടിയിട്ടില്ലേ? മുടി വെട്ടിക്കൂടെ? പിന്നെ പാറിപ്പറന്ന മുടിയായിട്ട്, ജട പിടിച്ച മുടിയായിട്ട് അത് ചെയ്യരുത്. ഇമാം മാലിക് ഉദ്ധരിക്കുന്ന മുർസലായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു, മുടി പാറിപ്പറന്ന മുടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞു, പോയി മുടി വൃത്തിയാക്കി ഒതുക്കിയിട്ട് വാ. എന്താ ഇങ്ങനെ വന്നിന്? അപ്പോൾ ആ വ്യക്തി പോയി മുടിയൊക്കെ വാരി ഒതുക്കിയിട്ട് വന്നു. റസൂൽ പറഞ്ഞു, ഇതല്ലേ ആ ശൈത്താനെ പോലെ പാറിപ്പറന്ന മുടിയായിട്ട് വരുന്നേക്കാൾ നല്ലത്? മുടിയൊക്കെ പാറിപ്പറന്നതിന് റസൂൽ വിശേഷിപ്പിച്ചത് എന്താണ്? ശൈത്താനെ പോലെ. ഒരു ശൈത്താനെ പോലെ ഇങ്ങനെ മുടി പാറിപ്പറന്ന് വരുന്നതിനേക്കാൾ നല്ലത് എന്താണ്? മുടി വാരി ഒതുക്കലാണ്. അപ്പോൾ മുടിയുള്ളവൻ വാരി ഒതുക്കണം. ഇതൊക്കെയാണ് മുടി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പ്രത്യേകമായ ഒരു കൈഫിയത്ത് മുടി വളർത്തുന്ന വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാ വല്ലാഹു ആലം. ഇത്രയാണ് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا